പ്രിയ സഹോദരരെ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരവെന്ന ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം പറയുന്നു. അതിനായി ഒരു ദിവസം കൂടെ യേശു മഹാരാജാവിന് നന്ദി സ്തുതിയും സമർപ്പിക്കുന്നു. ആമേ. പ്രിയപ്പെട്ടവരെ, ഇന്നലെ ക്ലാസ് ഇടാൻ വേണ്ടി ആഗ്രഹിച്ചിരുന്നു. ക്ലാസ്സിൻ്റെ പകുതിയായപ്പോൾ കറണ്ട് പോയി, പിന്നെ കറണ്ട് വന്നില്ല, അതുകൊണ്ട് ക്ലാസ് ഇടാൻ പറ്റിയില്ല. അപ്പോൾ ഇന്ന് അതിൻ്റെ ബാക്കി ഇടുകയാണ്. പ്രിയപ്പെട്ട രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്ന് നിങ്ങളെ ഓർമ്മപ്പെടുത്താനുള്ളത്. നമ്മൾ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിൻ്റെ ക്ലാസ്സുകളാണ്. എൻ്റെ ചാനൽ തന്നെ രണ്ടാം വരവ് ചാനലാണ്. അത് ആ വിഷയത്തെ ആസ്പദമാക്കിയാണ് എല്ലാ വചനവും ധ്യാനവും ക്ലാസ്സും എല്ലാം പോകുന്നത്. ഇന്ന് അല്പസമയം ഒരു വാർത്ത കിട്ടും. ആ വാർത്ത കേട്ടിട്ട് വല്ലാതൊരു ഞടുക്കം, വല്ലാതൊരു മനസ്സ്. ഒരാളെ കൊന്നു, ഒരാൾ മരിച്ചു, ഒരാളത് ആക്സിഡൻറ്റ് പറ്റിയെന്ന് പറഞ്ഞാൽ ഒരു ഞടുക്കമല്ല. ദൈവമേ, അത് സംഭവിച്ചു പോലെന്നൊരു മനസ്സിന് വിഷമം ഉണ്ടാവുള്ളൂ. എന്ന് എൻ്റെ വളരെ കാലം കൂടി എൻ്റെ മനസ്സ് ഞടുങ്ങിയൊരു സംഭവമാണ് ഇന്ന് ഞാൻ വാർത്തയെ കേട്ടത്. അതിങ്ങനെയായിരുന്നു. എറണാകുളത്തു നിന്നൊരു ട്രെയിൻ കൊല്ലത്തേക്ക് പോയിരുന്നു. അവിടെ ഓറൽ സെക്സ് ട്രെയിനിൽ തന്നെ ഇങ്ങനൊരു സംഭവം കേൾക്കുക. തിരക്കുള്ള ഒരു ട്രെയിനിൽ ഇത്തരം ഒരു സംഭവം കേൾക്കുക എന്ന് പറഞ്ഞാൽ അത് എത്രമാത്രം ലോകം എവിടെ എത്തി എന്നുള്ളതിനെപ്പറ്റി കർത്താവിനോട് സംസാരിക്കുക. ഞാൻ കർത്താവേ, ഇതെന്താണ്? സർവശക്തനായ ഈശോയെ, ഇത്തരം കാര്യങ്ങൾ നമുക്ക് പറയാൻ പോലും വിശുദ്ധത്തിൽ പൗലോസ് നേരത്തെ പറയുന്നുണ്ട്. മോശവും മനുഷ്യന് പറയാൻ കൊള്ളാത്ത അത്രയും മോശമായ കാര്യങ്ങളെക്കുറിച്ച് ആണ് അവിടെ സംഭവിക്കുന്നത്. അതുപോലും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പൗലോസ് എന്ന് പറഞ്ഞതുപോലെ. അപ്പോൾ ദൈവമായ കർത്താവ്, ഇത് ഏത് കാലമാണ്, ഇത് ഏത് അവസ്ഥയാണിത് എന്നൊക്കെ ഞാൻ ഈശോയോട് ചോദിച്ചപ്പം ഈശോ എന്നോട് പറഞ്ഞു തന്നത് വെളിപാടിൻ്റെ പുസ്തകം 13-ാം അധ്യായം 3-ാം തിരുവചനമാണ്. വെളിപാട് 13:3. അതിനകത്ത് ഇങ്ങനെ പറയാണ്: എങ്കിലും മരണകരമായ ആ മുറിവ് സുഖമാക്കപ്പെട്ടു. ഭൂമി മുഴുവൻ ആ മൃഗത്തെക്കുറിച്ച് ആശ്ചര്യപ്പെട്ടു. മൃഗത്തിന് അധികാരം നൽകിയത് നിമിത്തം അവർ സർപ്പത്തെ ആരാധിച്ചു. അവർ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് മൃഗത്തെയും ആരാധിച്ചു. ഈ മൃഗത്തെ പോലെ ആരുണ്ട്? ഇതിനോട് പോരാടാൻ ആർക്ക് കഴിയും? അപ്പോൾ മൃഗ ആരാധനയും സർപ്പ ആരാധന എന്താണെന്ന് ഇതിനു മുന്നേ വീഡിയോ പറഞ്ഞിട്ടുണ്ട്. അത് പാമ്പിനെ, മൂർഖനെ ചേരി ആരാധിക്കുന്നതല്ല. അതായത് അതാണ് ആദ്യം പറഞ്ഞ ഇന്ന് ട്രെയിനിൽ കണ്ട സംഭവങ്ങൾ. മനുഷ്യന് ചിന്തിക്കാൻ പറ്റാത്തത്ര മ്ലേച്ഛതയോ അശുദ്ധിയോ മനുഷ്യനെ കണ്ണുകൊണ്ട് കാണാൻ പറ്റും. ഇത്ര മോശമായ പരിപാടികൾ, ഏത് സംസ്കാരമാണ് അവരിലുള്ളത്. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കിയാൽ മതി, ഏത് പിശാചാണ് അവരിൽ കയറി വന്നിരിക്കുന്നതെന്നും. അത് കർത്താവ് പറഞ്ഞു വെച്ചാൽ മൃഗ ആരാധനയും സർപ്പ ആരാധന. എന്നിട്ട് അതിൽ ഏറ്റവും രസകരമായിട്ട് ആ വാർത്തയെ പറയുന്നത് ഇങ്ങനെയാണ്: അതിനോട് പ്രതികരിച്ച ഒരു ചെറുപ്പക്കാരനാണ് ഈ വാർത്ത ചാനലിൽ എത്തിച്ചത്. ആ സമയത്ത് അതിനോട് പ്രതികരിക്കാനോ അല്ലെങ്കിൽ അതിനെപ്പറ്റി എന്തെങ്കിലും ഒരു പോലീസ് പരാതിപ്പെടാനോ അല്ലെങ്കിൽ അവിടെ നിൽക്കുന്നവരത് പിന്തിരിപ്പിക്കാനോ ഒന്നും ശ്രമിച്ചില്ല. അവരാരും കണ്ണടച്ചു നോക്കുകയോ കാണോ ഒന്നും എല്ലാം അങ്ങനെ നോക്കി കണ്ടു നിന്നു, പ്രതികരിച്ചില്ല എന്ന് പറഞ്ഞു. അപ്പോൾ കർത്താവ് പറയാണ്, എന്താ പറഞ്ഞിരിക്കുന്നത്? അവരിങ്ങനെ പറഞ്ഞുകൊണ്ട് മൃഗത്തെയും ആരാധിച്ചു. ഈ മൃഗത്തെ പോലെ ആരുണ്ട്? ഇതിനോട് പോരാടാൻ ആർക്ക് കഴിയും? ഇതിനോട് പോരാടാൻ പറ്റില്ല. കാരണം വെച്ചാൽ ഇത് ലോകം മുഴുവനും ഇതിന് അംഗീകാരം കൊടുക്കുകയാണ്. ലോകം മുഴുവൻ സ്വർഗ്ഗഭോഗം ചെയ്യേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം, ലിവിങ് ടൂത്ത് ചെയ്യേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം, സർപ്പാരാധന ചെയ്യുന്നവർക്ക് അങ്ങനെ ചെയ്യാം, ട്രെയിനിൽ ചെയ്യേണ്ടവർക്ക് ഇങ്ങനെ ചെയ്യാം, വീട്ടിൽ ചെയ്യേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം. എല്ലാ സ്വാതന്ത്ര്യം നമ്മുടെ ഭരണഘടന, ഇന്ത്യൻ ഭരണഘടനയും അതിന് സുപ്രീം കോടതി പറഞ്ഞു. കഴിഞ്ഞ ദിവസം വാർത്ത പറഞ്ഞു കേട്ടു. അതായത് ഇനി വ്യഭിചാരമെന്ന് പറയുന്നൊരു സംഭവമില്ല. അതിനുവേണ്ടി പോലീസ് പിടിക്കാനൊന്നും ഇങ്ങോട്ടും പോകണ്ട. ഒരു ലൈംഗിക താല്പര്യങ്ങൾ ഒരാൾക്ക് എങ്ങനെയുണ്ടോ അത് അവർക്ക് ആസ്വദിക്കാനും ചെയ്യാനും ഉള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ട്. അത് തെറ്റല്ല, പാവമല്ല, തിന്മയല്ല, അങ്ങനെയൊന്നുമല്ല. അത് പ്രശ്നങ്ങളുണ്ടാവുകയില്ല. അത് വ്യക്തി സ്വാതന്ത്ര്യത്തിൽ വരുന്ന കാര്യമാണ്. അതിൻ്റെ ഒന്നും പുറകെ പോലീസ് പോകണമെന്നൊക്കെ പറഞ്ഞിട്ടൊരു വാർത്ത കേട്ടു. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് അത് സമൂഹത്തിൻ്റെ തലങ്ങളിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ. പക്ഷേ ഇത് ഏത് സംഭവത്തെക്കുറിച്ചാണ് സർവശക്തനായ ദൈവം ഈ ലോകത്തോട്, തൻ്റെ പൊന്നോമന മക്കളോട്, തന്നെ തിരഞ്ഞെടുക്കപ്പെട്ട ക്രിസ്ത്യാനികളോട്, തന്നെ തിരഞ്ഞെടുക്കപ്പെട്ട ഇസ്രായേൽ ജനത്തോട് ഈ യേശു ക്രിസ്തുവിനെ അംഗീകരിക്കുകയും ആദരിക്കുകയും യേശുവിൻ്റെ രണ്ടാം വരവ് ഉണ്ടെന്ന് വിശ്വസിക്കുകയും ചെയ്യുന്ന, അത് അംഗീകരിക്കുകയും ശാസ്ത്രീയമായിട്ട് മനസ്സിലാക്കുകയും ചെയ്യുന്ന ഏത് വ്യക്തിക്കാണ് പ്രിയപ്പെട്ടവരെ ഇത് മനസ്സിലാകേണ്ടത്? അവരുടെ കർത്താവ് പറയാണ്. അത് വെളിപാടിൻ്റെ പുസ്തകം 13-ാം അധ്യായം വായിച്ചു വന്നാൽ എൻ്റെ മനസ്സിലാകും. കടലിൽ നിന്ന് കയറി വീഴുന്ന ഒരു മൃഗത്തെ ഞാൻ കണ്ടു. അതിന് 10 കൊമ്പും 7 തലയും, കൊമ്പുകളിൽ 10 രത്നങ്ങളും, തലയിൽ ദേവദൂഷണപരമായൊരു നാമവും ഉണ്ടായിരുന്നു. അന്ന് കടലിൽ നിന്ന് കയറി വരുന്നൊരു മൃഗം. ആ മൃഗത്തിൻ്റെ തലകളിൽ അതിന് 10 കൊമ്പുണ്ടായിരുന്നു. അതിൻ്റെ തലയിൽ 10 കൊമ്പാണ്.
ആ 10 കൊമ്പെന്ന് പറയുന്നത് ശരിക്കും ആ മൃഗത്തിൻ്റെ 10 കൊമ്പെന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 10 എതിർ പ്രമാണങ്ങളാണ്. ദൈവത്തിൻ്റെ 10 പ്രമാണങ്ങൾ ഉണ്ടെങ്കിൽ ആ 10 പ്രമാണത്തിൻ്റെ എതിർ പ്രമാണങ്ങൾ, അതാണ് 10 കൊമ്പ്. അപ്പോൾ നമ്മൾ ഇന്ന് 10 കൊമ്പെന്ന് പറയുന്നത് സഭയുടെ 10 കൊമ്പ്, സമൂഹത്തിൻ്റെ 10 കൊമ്പ്, രാഷ്ട്രങ്ങളുടെ 10 കൊമ്പ്, രാജ്യങ്ങളുടെ 10 കൊമ്പ് എന്ന് പറയുന്നതെല്ലാം ദൈവപ്രമാണങ്ങളാണ്. ഒരു ബാങ്ക് കൊള്ളയടിച്ച് അന്നിന് പോലീസ് വന്നു, പോലീസിനെ വെച്ച് അന്വേഷിച്ചു, കണ്ടു, കേട്ട് പിടിച്ച് പ്രതിയെ പിടിച്ചു, കൊടുത്തു. അങ്ങനെയാണെങ്കിൽ അത് അന്വേഷിക്കേണ്ട ആവശ്യമില്ലല്ലോ, സാധാരണ സംഭവമാണെങ്കിൽ. അപ്പോൾ ആ പ്രമാണം, മോഷ്ടിക്കരുത് എന്ന പ്രമാണം ഒരാൾ ലംഘിച്ച് മോഷ്ടിച്ചു കഴിഞ്ഞാൽ എന്തു സംഭവിക്കും? സ്വാഭാവികമായിട്ടും പോലീസ് നടപടി ഉണ്ടാവും, കോടതി അവരെ അങ്ങോട്ട് വിടും, അറസ്റ്റ് ചെയ്ത് ജയിലടയ്ക്കും. എന്നതുപോലെ ഇനി ഇത് കൊല്ലാം, മോഷ്ടിക്കാം, വ്യഭിചരിക്കാം, കള്ളസാക്ഷി പറയാം എന്നുള്ള അവസ്ഥയിലേക്ക് വരുന്ന 10 കൊമ്പ്. അതുകൊണ്ട് അവർ പറഞ്ഞത് അതിൻ്റെ 10 കൊമ്പും 7 തലയും 10 രത്നങ്ങളും, 10 രത്നങ്ങളും തലയിൽ ദൈവദൂഷണമായൊരു നാമം ഉണ്ടായിരുന്നു. 10 കൊമ്പും കൊമ്പുകളിൽ 10 രത്നങ്ങളും. ആ 10 രത്നം എന്ന അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായി വിചാരിക്കുകയാണ്. ഏതാണ്? ഈ 10 രത്നങ്ങൾ ഉപയോഗിച്ചാണ് സ്വർഗരാജ്യം നിർമ്മിച്ചിരിക്കുന്നത്. സ്വർഗീയ കവാടങ്ങൾ 10 കൊമ്പുകൾ, 10 രത്നങ്ങളാൽ നിർമ്മിതമാണ്. 12 രത്നങ്ങളുണ്ട്, 12 കവാടങ്ങളുണ്ട്. സ്വർഗത്തിൻ്റെ 12 കവാടങ്ങളും 12 രത്നവുമുണ്ട്. ആ രത്നങ്ങൾ എല്ലാം മഹത്വം നിറഞ്ഞതും സ്വർഗീയ മഹത്വം നിറഞ്ഞതും നിത്യത നിറഞ്ഞതും ദൈവത്തിൻ്റെ മുമ്പിലുള്ളതും ദൈവികവുമാണ്. അപ്പോൾ അത് ആ സംഭവം മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണ്? അത്രയും ദൈവികമായ കാര്യങ്ങൾ, ചെയ്യേണ്ട സമയത്ത് കർത്താവ് ചെയ്തു വെച്ചിരിക്കുന്നതിന് തത്തുല്യമായി എതിർ സംഭവം ഭൂമിയിൽ വരികയാണ്. അപ്പോൾ 10 രത്നങ്ങളെന്ന് പറയുന്നത് ഭൂമിയിൽ ഇങ്ങനെ ചെയ്യുന്ന വ്യക്തികൾ, സമൂഹം, രാഷ്ട്രങ്ങൾ രത്നങ്ങൾക്ക് തുല്യമായിട്ട് വരും. അവരെ പ്രോത്സാഹിപ്പിക്കും. ഇപ്പോൾ നമ്മൾ ട്രെയിനെ കണ്ടത് അതിനെ പ്രോത്സാഹിപ്പിക്കാനുണ്ടോ?